ബുദ്ധിമുട്ടുന്നവരെങ്കിലും പല കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ഈ ദേശത്ത് വന്നിട്ട് നാം പല കാര്യത്തിലും നീന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചെയ്യുവാൻ ബുദ്ധിമുട്ടുന്നു. ഡ്യൂട്ടിയുടെ ഷിഫ്റ്റിംഗ് അനുസരിച്ച് കുടുംബ പ്രാർത്ഥന ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, ആരാധിക്കാൻ ബുദ്ധിമുട്ടുന്നു, കുഞ്ഞുങ്ങളുമായി ഒന്നിച്ചിരുന്ന ആത്മീയ സന്തോഷം അനുഭവിക്കാൻ ബുദ്ധിമുട്ടുന്നു. സാമ്പത്തികമായ മുഖങ്ങൾ വെച്ച് വെച്ചിട്ട് നമ്മളെ എന്തെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതിലും ബുദ്ധിമുട്ട് വരുത്തുന്നു. പക്ഷെ പുറമെ നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നത് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിലും, പൗലോസിൽ കൂടി പറയാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിലും നിരാശയില്ല. ആരാധനയ്ക്ക് വരുന്നതിൽ നിരാശ ഇല്ല, പ്രാർത്ഥിക്കുന്നതിൽ നിരാശയില്ല. പലപ്പോഴും നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയല്ല തോന്നുന്നു. ഏതാ പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത് എന്തൊക്കെയോ സംഭവിച്ചു പോയതുപോലൊക്കെ ഇരിക്കുന്നത്. ജപ്പാനിൽ സുനാമി വന്നതിന്റെ കാര്യത്തിലുള്ള വിഷമത്തിലല്ല വന്നിരിക്കുന്നത്. നമ്മുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ സുനാമി അടിച്ചിരിക്കുക. കറക്റ്റ്, നമ്മുടെ മനസ്സിനകത്ത് സുനാമി അടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് മടങ്ങി വരണം. മുഖം നിരാശപ്പെട്ട് കടമല കുത്തിയ പോലെ ഇരിക്കുവാനല്ല, പകരം ഒന്ന് പ്രസന്നതയായിട്ട് നമ്മുടെ 2-3 പേർ നമ്മുടെ ദൈവത്തിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ദൈവം വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ സ്വത്രവും സ്തുതികളും അതേ ദൈവത്തിന്റെ മഹത്വവും ഇവിടെ വെളിപ്പെടേണ്ടതാണ്. അപ്പം നിരാശപ്പെടുന്നില്ല. അടുത്തത്, അപ്പോ ഉപദ്രവം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ക്രിസ്തുയേശു നിമിത്തം ഉപദ്രവം സഹിച്ചാൽ എന്തോ എഴുതിയിരിക്കുന്നത്, ഉപേക്ഷിക്കപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിനക്ക് ഉപദ്രവം ഉണ്ടാകാം, പക്ഷെ ഒരിക്കലും അവൻ എന്തിൽ നിന്നെ ഉപേക്ഷിക്കില്ല. സ്വന്തം സഹോദരങ്ങൾ നിന്ദിച്ചെന്നിരിക്കാം, കൂട്ടുകുടുംബക്കാർ നിന്ദിച്ചെന്നിരിക്കാം, കുഞ്ഞുങ്ങൾ നിന്നെ നിന്ദിച്ചെന്നിരിക്കാം, പല രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഉപദ്രവം സംഭവിച്ചെന്നിരിക്കാം. എന്തിനു വേണ്ടി? ഈ അത്യന്ത ശക്തി, ഈ ദൈവവചനത്തിന്റെ പ്രകാശനം നിന്റെ ഉള്ളിൽ കയറി ആത്മാവിൽ ആരാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, ഈ ബലവാനായ പിശാച് നിന്റെ കുടുംബക്കാരോട് കയറി ഇടപെടും, നിന്റെ സഹോദരങ്ങളോട് കയറി ഇടപെടും, നിന്റെ മക്കളെ നിനക്ക് വിരോധമാക്കും. ഒരു വശങ്ങൾ നിന്നെ ഉപദ്രവിക്കുവാൻ പല തരത്തിൽ പൈശാചിക പോരാട്ടങ്ങൾ നടത്തും. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നീ ഉപദ്രവിക്കപ്പെട്ടാലും, നിന്നെ അവൻ പെട്ടെന്ന് മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പക്ഷെ അവന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അവന്റെ ആത്മാവ് ഉള്ളവനാണ് ഈ പറയാൻ പ്രാഗൽഭ്യമുള്ളത്. ഇന്ന് രാത്രിയിൽ അത് പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. അടുത്ത വാക്യം, വീട് കിടക്കുന്നവരെങ്കിലും നശിക്കുന്നില്ല. വായിച്ചു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മിൽ എന്തോ വെളിപ്പെടണം. യേശുവിന്റെ ജീവൻ, പരിശുദ്ധാത്മാവിന്റെ ജീവൻ, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടണം. യേശുവിന്റെ ജീവൻ അകത്തുള്ളവരാണ് ആത്മാവിന്റെ ശക്തിയോടെ ആരാധിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ അകത്ത് യേശുവിന്റെ ജീവനുണ്ടോ? ജീവനുണ്ടെങ്കിൽ ജീവനുള്ളവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അതേ നല്ല യുദ്ധം ചെയ്ത ജയിച്ച ശിംശോൻ മരിക്കത്തക്കതുപോലെ അങ്ങ് ക്ഷീണിച്ച് വല്ലാതായി. ഞാൻ വേദപുസ്തകത്തിൽ ആ ഭാഗങ്ങൾ വായിപ്പിക്കുന്നില്ല. 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയമായി അവന് വിരോധമായി ദേശത്തിന്റെ ശക്തികൾ മുഴുവനും ഇളകി വന്ന് അവനോട് യുദ്ധം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് ആലോചന അറിയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അവൻ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവന് മുമ്പിൽ ഒരു ലേഖിയിൽ ഒരു വെള്ളം ഉറവ പുറപ്പെടുവിക്കുമാറാക്കി. അവൻ അതിൽ നിന്ന് കുടിച്ചപ്പോൾ എന്തോ പറ്റി? ജീവൻ
അവൻ ചൈതന്യം വന്നു എഴുതിയിട്ടുണ്ട്. ചൈതന്യം വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അതേ നമ്മളെ ജീവിപ്പിക്കുന്ന, ചൈതന്യം വരുത്തുന്ന, ആത്മീയമായി ഉണർവ് നൽകുന്ന ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരം നമുക്ക് വേണ്ടി ദാനമായി തന്ന യേശു ക്രിസ്തുവിന്റെ ശക്തി, അവൻ ദാനമായി സ്വർഗത്തിൽ തന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനെ പ്രാപിച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ചത്തതുപോലെ ആകത്തില്ല. നമുക്കൊരു ആത്മീയ ജീവൻ ലഭിക്കുവാനിടയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ മരിച്ചവരെ പോലെ ആക്കുന്ന ആത്മീയ ജീവനിലേക്ക് കടത്തിവിടാതിരിക്കുന്ന പോരാട്ടം എന്താണ്? ഇപ്പോൾ വായിച്ചതിന്റെ 16-ാം വാക്യം കൂടെ വായിച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്ന ദൈവവേദനോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ അകമേയുള്ളവൻ എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ പുറമേ ഉള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ക്ഷയിക്കണം. എന്ന് പറഞ്ഞാൽ എന്നിലെ ഞാൻ എന്ത് ചെയ്യണം? മരിക്കണം. എന്നിൽ ആര് വെളിപ്പെടണം? ക്രിസ്തു വെളിപ്പെടണം. ക്രിസ്തുവിന്റെ അത്യന്ത ശക്തി എന്നിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ മരിക്കുവാൻ, എന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ കഴിയാത്ത വിധം ചില പോരാട്ടങ്ങൾ നമ്മിൽ വെളിപ്പെടാം. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 7:22 വായിച്ചു. റോമാലേഖനം 7:22. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രസിക്കുന്നുണ്ട്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പലർക്കും ദൈവവചനം കേൾക്കാൻ ഇഷ്ടമാണ്, ദൈവ ആരാധന ഇഷ്ടമാണ്, ദൂത് കേൾക്കാൻ ഇഷ്ടമാണ്, കൂട്ടായ്മയ്ക്ക് പോകാൻ ഇഷ്ടമാണ്. ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രസിക്കുന്നുണ്ട്. സത്യമാണ്. ആരോട് ചോദിച്ചാലും പ്രാർത്ഥനയാണോ? ഞങ്ങൾ സന്തോഷിക്കുന്നു. ഉപവാസമാണോ? ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവജനാണോ? ആ ദൈവദാസന്റെ പ്രസംഗം ഒന്ന് എനിക്ക് കേൾക്കണം. ഉള്ളം കൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. സത്യമാണ്. എന്നാൽ അടുത്ത വാക്യം എന്തോ? എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. നിങ്ങൾ വളരെ പ്രാർത്ഥിച്ച് അതിനെ ഒന്ന് ധ്യാനിച്ചേ. എനിക്കിതെല്ലാം സന്തോഷമാണ്. നിങ്ങൾ നോക്കണം, എന്നിൽ ആരുണ്ട്? ക്രിസ്തുവിന്റെ ശക്തി ഉണ്ട്. എന്നിൽ ക്രിസ്തു വെളിപ്പെട്ട് നിൽക്കുന്നു. എന്നിൽ ആത്മചൈതന്യങ്ങൾ, ദൈവികമായ കൃപാവരങ്ങൾ എല്ലാം ഉണ്ട്. സത്യമാണ്. അതേ ദൈവദാസനെ, ന്യായപ്രമാണം എനിക്ക് കേൾക്കാനും ദൂത് കേൾക്കാനും ആരാധിക്കാനും ഒക്കെ താല്പര്യമാണ്. പക്ഷെ എന്റെ ജഡത്തിൽ, എന്റെ ബുദ്ധിയോട് പോരാടുന്ന വേറൊരു പ്രമാണം. എന്താ പ്രമാണം? ഒരു ബ്രെയിൻ ട്യൂമർ സൈനാണ് MRI ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞു. ശ്രദ്ധിക്കണം. പറഞ്ഞതിന്റെ അന്ന് രാത്രിയിൽ ദൈവം ഒരു ദർശനം കാണിച്ചു. ദൈവം തൊട്ട് സൗഖ്യമാക്കുന്നതായിട്ട്. രാവിലെ വെപ്രാളപ്പെട്ട് ബൈബിൾ എടുത്തു നോക്കി, ഇപ്പം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നൊരു വാക്യവും. ഇപ്പം ബുദ്ധി പറയാ, എടി കൊച്ചെ, എടാ മോനെ, അത് ഡോക്ടർ പറഞ്ഞ MRIയുടെ സാധനം ഒഴിപ്പുണ്ട്. നീ ഇത് സ്വപ്നം കണ്ടതാ. മനസ്സിലാകുന്നത്? നീ സ്വപ്നം കണ്ടതാ. ബൈബിൾ ഇതുണ്ട്. ഈ വചനം കണ്ടപ്പോ സന്തോഷിച്ചു, ദർശനം കണ്ടപ്പോൾ എന്ത് ചെയ്തു? സന്തോഷിച്ചു. പക്ഷെ ജഡത്തിലുള്ള ബുദ്ധി പറയാണ്. ഇച്ചിരി സയൻസ് കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറോ നേഴ്സോ ലോജിക്കലായിട്ട്, ഇനി നിയമപരമായി ആരെങ്കിലും പഠിച്ച് നിയമമാണേലോ ഇതെന്തെങ്കിലും ആണെങ്കിൽ അവർ പറയും അത് ഇത് ബിബ്ലിക്കലായിട്ട് ഇതിനൊരു സയൻസ് പരമായി ഇതിന് യാതൊരു സാധ്യത ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായിരുന്നോട് വേണം എന്ത് ചെയ്യും? വാക്ക് ഉച്ചരിക്കും. ഇതാണ്
ബുദ്ധിയോട് പോരാടുന്ന ഒരു പോരാട്ടം. ജഡത്തോട് ബുദ്ധി പോരാടുന്ന പോരാട്ടം. നാളെ ഈ നേരത്ത് ശമരിയയുടെ പടിവാതിൽ ഒരു വലിയ വിളമ്പ് എന്ന് പറഞ്ഞപ്പോ ബുദ്ധിമാനായ രാജാവ് പോലും പറയാണ്,